അപ്പോൾ നല്ല മൂത്ത ചക്ക കിട്ടിയപ്പോൾ എന്ത് ചെയ്ത് വെട്ടി ഇരിഞ്ഞ് അതിലെ കുരുവും ചവണിയൊക്കെ മാറ്റിയിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പാത്രത്തിൽ നിറച്ചുകൊണ്ടിരുന്നു. അത് നമ്മളിനി വേവിക്കാൻ പോകുന്നത് കുക്കറിൽ ഇട്ടിട്ടാട്ടോ. വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെമ്പട്ടിയിൽ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വേവിക്കാം. ഞങ്ങൾ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുക്കറിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചക്കയും വെള്ളമൊക്കെ കൂടി ഇട്ടിട്ട് ഒറ്റ വിസിലാണ് വേവിച്ചത്. അങ്ങനെ ഒരു 2-3 തവണ നമ്മൾ വേവിച്ചെടുത്തത് നമ്മൾ നേരത്തെ ചക്ക നിറച്ച് അതേ പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തത്. അപ്പോൾ ചക്ക ഒക്കെ ഒരുവിധമൊക്കെ വെന്ത് നല്ല കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് അരപ്പാണ് കേട്ടോ. ഞാനൊരു തേങ്ങ മുഴുവൻ എടുത്തിട്ടുണ്ട്. ആ തേങ്ങയിലേക്ക് ചെറിയുള്ളി, വെളുത്തുള്ളി, നല്ല നാടൻ കറിവേപ്പില, പച്ചമുളക്, ചെറിയ ജീരകം ഇതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലോണം പേസ്റ്റ് പോലെ അരിയേണ്ട, ഒരു മീഡിയം രീതിയിൽ അരച്ചിട്ട് അതും കൂടി ഇതിലിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പണ്ടൊക്കെ നമ്മളെന്താ പറയുക, ഈ വെണ്ണയൊക്കെ കടയുന്ന സാധനം ഉണ്ടല്ലോ, ആ സാധനമൊക്കെ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ടോ. അപ്പോൾ അതൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞങ്ങൾ കയ്യിൽ വെച്ച് നല്ലോണം തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടുപ്പത്ത് വെച്ച് ഒന്നും കൂടി ഒന്ന് ചൂടാക്കണം കേട്ടോ. കാരണം നമ്മൾ തേങ്ങ അരച്ച് വെച്ചാണ്, ഒരുപാട് തിളപ്പിക്കരുത്. ചെറിയൊരു ചൂടിൽ നമ്മൾ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മളെ ചക്കപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്തൊക്കെ. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.